വണ്ടി നിർത്തൂ. വാസു, നീ എവിടെ പോയിട്ട് വരുന്നു? ഒരു അർച്ചന കഴിക്കാൻ പോയതാ. എന്താ വിശേഷം? രാധ പ്രസവിച്ചു. എന്താ കുഞ്ഞ്? പെൺകുട്ടിയാ. വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. തൽക്കാലം ഇത് കയ്യില് ഒന്നും വേണ്ടേ? വെച്ചോ. വരട്ടെ. പെണ്ണിന് പേറ്റുമരുന്ന് വല്ലതും ഉണ്ടാക്കി കൊടുത്ത് അയക്കണോ? നാളമില്ലല്ലോ നിങ്ങൾക്ക്. ഡ്രൈവർ, വണ്ടി വിട്. അണ്ണന്റെ എഴുത്ത് വന്നു. ഇതുവരെ വന്നില്ല മലേ. വരും. അസുഖം മാറിയോ? അസുഖമോ? എന്തസുഖം? ഇന്നാള് ചോര ഛർദിച്ചത്. അത് മാറണമെങ്കിൽ ഞാൻ മരിക്കണം. കൊച്ചുമലയാളി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മരിക്കുന്നത് നിനക്ക് ദുഃഖമാണോ? എല്ലാവരും ഒരിക്കൽ മരിക്കും. ഞാനല്പം നേരത്തെ പോകുന്നത് മാത്രം. എന്തിനാ നേരത്തെ പോകുന്നത്? അഴുക്കുചാലുകളിലൂടെ കഴിഞ്ഞാന്നില്ല ഞാൻ ഓടി. ഒരു മനുഷ്യായുസിൽ ചെയ്യാവുന്ന തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു. എന്റെ കാലുകൾ തളർന്നു. ദ്രവിച്ചു തുടങ്ങിയ ഹൃദയത്തിന്റെ വെടിപ്പ് ഏത് നിമിഷവും നിൽക്കാം. നീ കരയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നീ അടുത്തു വരുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ ഇന്നെനിക്കൊരു ആശ്വാസം തോന്നുന്നു. ഈ കാട്ടിൽ എവിടെ വെച്ച് കണ്ടാലും നീ എന്റെ അടുത്ത് വരണം. അല്പനേരം സംസാരിച്ചിട്ട് പോണം. വരുമോ? ഇനി നീ വരുമ്പോൾ നിന്റെ വീട്ടുമുറ്റത്തെ പിച്ചിയിൽ നിന്ന് ഒരു കഴിക്കുമ്പോൾ പൂവൂടെ കൊണ്ടുവരണം. കൊണ്ടുവരാം. ശരി, നീ പൊയ്ക്കോളൂ. അങ്ങോട്ട് കിടക്ക. എന്താ? എന്താണെന്നോ? ഇയാള് കുടിച്ചത് നീ ഇവിടുന്ന് കൊടുത്ത ചാരായല്ലേ? അതെ. നീ ഗവൺമെന്റ് ചാരായല്ലേ വിൽക്കുന്നത്? അതെ. പിന്നെ എങ്ങനെ ഇയാളെ കാഴ്ച പോയി? കാഴ്ച പോയോ? എന്റെ ദൈവമേ, ഞാൻ ഇവിടുന്ന് കുടിച്ചിരിക്കുക. എന്നാ എളുപ്പം ആശുപത്രി പോക്കൂ. ഒരാൾ കുടിച്ചു പോയൂ, അല്ലെങ്കിൽ അവൻ തലകറങ്ങി വഴക്കി വീഴും. എളുപ്പം കൊണ്ടുപോക്കൂ. എടാ ദാമോദര, എടാ ദാമോദര, നിനക്കിപ്പം വേറെ വല്ല വിഷമവും തോന്നിക്കുന്നുണ്ടോ? അയ്യോ, എന്നാ ഇത് വിഷമദ്യം തന്നെ. അടക്കടി ഷാപ്പ്. അതിപ്പോ അടക്കടി. എന്താ എന്താ എന്താണെന്നോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാ. ഇത് കണ്ടോ? മദ്യ ദുരന്തം. മദ്യ ദുരന്തം? ഇയാൾ ഇവിടെ നിന്ന് കാല് തരക്കുപ്പ് കുടിച്ചോണ്ട് പോയേക്കാ. കാഴ്ച പോയെന്നാ നേതാവ് പറയുന്നത്. നോക്കട്ടെ നോക്കട്ടെ, നോക്കി നോക്ക, നല്ലതുപോലെ നോക്ക. ഇത് നമ്മുടെ കള്ളൻ ദാമോദരൻ. ഏത് ദാമോദരനാണേലും ആള് പോയോ? എടാ ദാമോദരൻ, അവന്റെ കണ്ണ് പോയിരിക്കുക, അവൻ സംസാരിക്കാൻ മേല. നേതാവേ, വിഷമദ്യത്തിന് ഇവിടെ ഒറ്റമൂലിയുണ്ട്. ഞാനതൊന്ന് പ്രയോഗിച്ചു നോക്കാം. ഏത് മൂലി പ്രയോഗിച്ചാലും ആള് പോക്ക. ഇതെന്തുവാ? ചൊറിഞ്ഞണം. വിഷമദ്യമാണെങ്കിൽ ഇത് ശരീരത്തിൽ തൊട്ടാൽ അപ്പ വിഷമിറങ്ങും. മോനെ ദാമോദര, ഇതാണ് ഒറ്റമൂലി പ്രയോഗം. അതായത് നിനക്കിപ്പോ കണ്ണ് കാണാൻ പോടാ. കാണാമേ. നീ പിന്നെ കിടന്നോ? നേതാവ് പറഞ്ഞിട്ടാണ്. നേതാവ്? അയ്യോ, ഗുഡ് ഈവനിങ് ഡോക്ടർ.
ഡോക്ടറുടെ കത്ത് എനിക്ക് ഇന്നലെയാ കിട്ടിയത്. ആ, മകനെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വരാനായി ഞാൻ എഴുതിയത്. എന്താ ഡോക്ടർ? ജെയിംസ് കുട്ടിയുടെ കല്യാണാലോചന മുടക്കിയത് ഞാനാണ്. രണ്ടു കൂട്ടരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. മുൻപൊരിക്കൽ നെഞ്ചുവേദനയുമായി ജെയിംസ് കുട്ടി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ അവനെ പരിശോധിച്ചു. അവന്റെ ആരോഗ്യനില ആകെ തകർന്നിരിക്കുകയാണ്. ഡോക്ടർ, ഞാൻ പറയുന്നത് കൊണ്ട് മാത്തച്ഛന് വിഷമമൊന്നും തോന്നരുത്. അമിതമായ മദ്യപാനവും മയക്കുമരുന്നുകളുമാണ് അവനെ ഈ നിലയിലെത്തിച്ചത്. ഏത് നിമിഷത്തിലും എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് അവനിപ്പോൾ. ഡോക്ടർ, എന്റെ മകളെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലേ? അവനെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും പ്രയോജനമുണ്ടായെന്ന് വരാം. സൗകര്യപ്പെടുകയാണെങ്കിൽ കഴിയുന്നതും വേഗം അത് ചെയ്യുക. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ. അവനെ കൊണ്ടുപോടാ. ഇതാ കോഴി മേടിക്കണ്ട, ജെയിംസ് കുട്ടി കൂട്ടുന്നില്ല. നല്ല താറാവിനെ കിട്ടുമെങ്കിൽ 2 വാങ്ങിച്ചു. വേഗം വരണം കേട്ടോ. ആ, എന്തായി പോയ കാര്യം? അവർക്ക് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താ? അതിപ്പോഴെങ്ങനെ അറിയാനാ? അവര് പോയെങ്കിൽ പോട്ടെന്ന്, നമുക്ക് വേറെ പെണ്ണിനെ നോക്കാം. അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ധൃതിപ്പെടണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവന്റെ ഇപ്പോഴത്തെ മനസ്സിന്റെ നില അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അല്പം കൂടി ക്ഷമിക്കുന്നതാണ് നല്ലത്. ജെയിംസ് കുട്ടി വരൂ. മോനെ എവിടെ പോയിരുന്നു? വെറുതെ ഒന്നടക്കാൻ. എടാ മോനെ, അടുത്ത ആഴ്ച നമുക്കൊരു വിദേശ പര്യടനത്തിന് പോണം. എന്തിനാ പച്ച? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. നിനക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ഞാൻ വരുന്നില്ല. കർത്താവേ, എന്റെ മോനിത് എന്തു പറ്റി? രാധേ, കരയാതെ. ഞാൻ നിനക്ക് വേണ്ടി മടങ്ങി വന്നിരിക്കുകയാണ്. ഇതുവരെ എവിടെയായിരുന്നു? ഒളിവിൽ. ഈ ഓണത്തിനെങ്കിലും നിനക്കൊരു പുടവ തരണമെന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഇതാ. ഇത് കൊടുത്തുകൊണ്ട് ചേട്ടനോടൊപ്പം 4 പേര് കാണുക നടക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. കരയാതിരിക്കൂ. നീ എന്റേതാണ്. എന്റേത് മാ. എന്താ സ്വപ്നം കാണാണോ? ഞാനെന്തോ ആലോചിച്ചിരുന്നു പോയി. ഇന്നലെ കെട്ടിപ്പോഞ്ഞോണ്ടൊന്നും ഇതായിരുന്നോ? നല്ല സാരി. എനിക്ക് ഈ നിറം ഇഷ്ടമാണെന്ന് എങ്ങനെ മനസ്സിലായി? ലില്ലിക്കുട്ടി, ഈ സാരി നിനക്ക് വേണ്ടി വാങ്ങിയതല്ല. പിന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി നാട്ടിലുണ്ട്. ഇത് അവൾക്കാണ്. ജോർജ് ചായ. ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് കുറെ കാലത്തിന് മുമ്പ് ഞാൻ നാട് വിട്ടതാണ്. ഇപ്പോൾ എനിക്ക് വീട്ടിലൊന്ന് പോണമെന്ന് തോന്നി. വെറും കൈയുമായി അവളെ പോയി കാണുന്നത് ശരിയാണോ? ലില്ലിക്കുട്ടി, എവിടെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ ശേഷം 6 മാസത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്നു. നിന്റെ അപ്പൻ എനിക്ക് കയറി കിടക്കാൻ ഇടം തന്നു.
ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾ എന്നെ കരുതി. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നും എനിക്കെന്റെ കൊച്ചു സഹോദരിയായിരിക്കും. രാധേ, രാധേ, രാധേ. മോളെന്തേ? അവളുറങ്ങി. എന്താ ഇത്ര വൈകിയത്? ശമ്പളം കിട്ടിയ ദിവസമല്ലേ, ജോലി കഴിഞ്ഞ് മാർക്കറ്റിലൊന്ന് പോയി. എന്താ ഇത്? തുറന്നു നോക്ക്. മാലയോ? എനിക്കെന്തിനാ ഇനി ഇതൊക്കെ? നിനക്കല്ല, എന്റെ മോൾക്ക്. അവളുടെ അച്ഛൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം മായി കൊടുക്കുമായിരുന്നു. ആ കുറവ് ഒരിക്കലും അവൾക്കുണ്ടാവരുത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. കൊച്ചുമലയാളി, കൊച്ചുമലയാളി ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? നല്ല മണം. പൂക്കൾ ഇത്രക്കിഷ്ട? അതെ, പക്ഷേ എത്ര പെട്ടെന്നാണ് ഇത് വാടിക്കരിയുന്നത്. ചില കാട്ടുപൂക്കളുണ്ട്, ഒത്തിരി നാൾ വാടാതെ നിൽക്കും. അതിന് മണം കാണില്ല. മലേ, എന്നും എനിക്ക് പൂക്കൾ കൊണ്ടുവരുമോ? തരാം. നാളെ എവിടെ കാണും? നാളെയോ? നാളെ ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ രാവിലെ പൂകൊണ്ട് തരാം.
ഞാനിത് കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാണ്. അവളെ വിളിക്കൂ. വേണ്ട മുതലാളി, രാധയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇനി മുതലാളിയുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാധേ, വാസു പറഞ്ഞത് നേരാണോ? അതെ, ഇത്രയും നാൾ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചു. ഇനി എനിക്കത് കേൾക്കാൻ വയ്യ. മുതലാളിയുടെ വീടായതുകൊണ്ടാണല്ലോ ഇവിടെ എപ്പോഴും വരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. അച്ഛനല്ലേ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്? ക്ഷമിക്കണം മുതലാളി, രാധയും കുഞ്ഞിനെയും പോറ്റാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. മുതലാളി മേലാൽ ഇവിടെ വരരുത്. പണ്ട് ഈ തോട്ടത്തിൽ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അയാൾ ഒരു പാവപ്പെട്ട കൂലിക്കാരിയുമായി ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. താഴ്ന്ന ജാതിക്കാരിയായതുകൊണ്ട് അയാൾക്ക് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. റൈറ്ററുടെ വിശ്വസ്തനായൊരു വേലക്കാരൻ അയാളെ രക്ഷിക്കാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. പ്രസവത്തോടെ അവൾ മരിച്ചു. അനാഥയായ ആ കുഞ്ഞിനെ അയാൾ വളർത്തി. ആ റൈറ്റർ തോട്ടുടമയായി. മകൾ വളർന്നു. അവളെ എന്നും കാണാൻ ആ അച്ഛനോട് എത്തുമായിരുന്നു, എല്ലാ അപവാദങ്ങളും സഹിച്ചുകൊണ്ട്. അന്നത്തെ ആ വേലക്കാരനാണ് ഈ നിൽക്കുന്ന ഗോവിന്ദൻ. ആ കുഞ്ഞാണ് നീ. ആ ക്രൂരനായ അച്ഛനാണ് ദൈവം എനിക്ക് മാപ്പ് തരട്ടെ. രാധേ, കൊച്ചുമുതലാളി, ഇന്ന് പോ കുറച്ചേ കിട്ടിയുള്ളൂ. ദേ കൊച്ചുമുതലാളി, എടീ ചെല്ലമ്മേ, ഇന്ന് ഞാൻ പറയുന്നത് നീ അനുസരിക്കുമോ എന്ന് എനിക്കറിയണം. ഷാപ്പടങ്ങെ എന്താ കാര്യം? മുതലാളിയുടെ മകൻ ജെയിംസ് കുട്ടി മരിച്ചു. നേരോ? അതെ, ഇന്ന് രാവിലെ. ഞാനിപ്പോഴേ അടച്ചേക്കാം. ആ ചെറുക്കൻ കുടിച്ചാണ് മരിച്ചത്. അതുപോലെ ഞാനും ഈ നാട്ടുകാരും നശിക്കാതിരിക്കാൻ ഈ ഷാപ്പ് ഒരിക്കലും തുറക്കാതെ പോകട്ടെ.
കരയാതെ അച്ചാമ്മി, കരയാതെ. ഇത് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. ഇത്രയും കാലം നിന്നിൽ നിന്ന് ഞാനൊരു തെറ്റ് മറച്ചു വെച്ചു. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോട് ചെയ്യേണ്ട കടമ അഭിമാനത്തിന്റെ പേരിൽ ഞാൻ നിർവഹിച്ചില്ല. ആരുടെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്? അച്ചാമ്മി, നീ എന്നും സംശയത്തോടെ മാത്രം നോക്കിയിട്ടുള്ള ആ പെണ്ണ് രാധ എന്റെ മോളാണ്. അതെ അച്ചാമ്മി, വർഷങ്ങൾക്ക് മുൻപ് ഒരു പാവപ്പെട്ട തോട്ടവേലക്കാരിയിൽ എനിക്ക് ജനിച്ച എന്റെ മകളാണ് അവൾ. നിന്നെ നൊമ്പരപ്പെടുത്തരുതെന്ന് കരുതി ആ സത്യം ഞാൻ വിളിച്ചു വെച്ചു. അച്ചാമ്മി, ദൈവനീതിയുടെ പേരിൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മകന്റെ സ്ഥാനത്ത് ആ പാവപ്പെട്ട പെണ്ണിനെ നീ സ്വീകരിക്കുമോ അച്ചാമ്മേ? നീ സ്വീകരിക്കുമോ അച്ചാമ്മേ? അതെ അപ്പൂട്ട, പേടിക്കണ്ട. ഞാൻ മരിച്ചുപോയെന്നായിരിക്കും നിങ്ങളെല്ലാം കരുതിയത്. നിങ്ങളുടെ ശവം വെള്ളത്തിൽ പോയി കിടന്നത് അമ്മ തിരിച്ചറിഞ്ഞത് കേട്ടല്ലോ. അതേതോ പാവങ്ങളുടേതായിരിക്കും. ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? രാധയെ ഒന്ന് കാണാൻ. രാധയോ? അവളുടെ വിവാഹം കഴിഞ്ഞല്ലോ. ആ വാസമാണ് അവളെ കിട്ടിയത്. വാസു? അതെ, ഞാൻ മരിച്ചിട്ടില്ല. കാലിന് പോലും എന്നെ കൊല്ലാൻ കഴിഞ്ഞില്ല. സ്നേഹം എന്താണെന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും നിന്നോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നാടുവിട്ടത്. നിന്റെ ഓർമ്മകളുമായി ഞാൻ എവിടെയെല്ലാമോ അലഞ്ഞു തിരിച്ചു. ഓരോ നല്ല നാൾ വരുമ്പോഴും നിന്നെ വന്ന് കാണണമെന്ന് ഞാൻ കൊതിച്ചു. ഒടുവിൽ ഈ ഓണം വന്നപ്പോൾ നിനക്കൊരു ഓണക്കോടിയും വാങ്ങി ഞാനിവിടെ പറന്നെത്തി. പക്ഷേ നീ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ല. എന്റെ ശവത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് നീ വാസുവിന് താലി കെട്ടാൻ കഴുത്തു നീട്ടിക്കൊടുത്തു. നീയും എന്നോടിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതി. മുന്നേ ചത്തിട്ടില്ലേ? അവൻ ഇപ്പൊ ഞാൻ കണ്ടു. മുന്നേ തന്നെയാണോ? അതെ സാർ. മുന്നേറ്റം എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചവളാണ് ഞാൻ. പക്ഷേ നീക്ക് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഞാനൊരു സ്ത്രീയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ മറ്റെന്താണ് ചെയ്യേണ്ടത്? എല്ലായിടത്തും എനിക്ക് തോൽവിയായി.
ഇവിടെയും ഞാൻ തോറ്റുപോയി. രാധേ, ഞാൻ എന്റെ അച്ഛനെ മാത്രമേ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളൂ. എന്റെ മോളും മറ്റൊരാളെ അച്ഛ എന്ന് വിളിക്കാൻ പാടില്ല. എന്റെ മോളെ എനിക്ക് കൊണ്ടുപോകണം. അരുത് മുന്നേറ്റ, അവളെ എന്നിൽ നിന്നും പിടിക്കരുത്. എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. ഇല്ല, ഞാൻ അവളെ തരില്ല. നിനക്കെന്നെ ഒറ്റിക്കൊടുക്കും. കുഞ്ഞി ഇവിടെ വന്നോ? ഇല്ല. ഇല്ലേ? എല്ലാ മുറിയിലും കയറി നോക്കൂ. ഈ വീട്ടിലും കാണുന്നില്ല സാർ. ഓഹോ, മുന്നേറ്റ, അവർ പോയി. എന്റെ മകളോടൊത്ത് ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ നീ എനിക്ക് അവസരം തന്നു. നന്ദി. മുന്നേറ്റ, എന്റെ മോളെ കൊണ്ടുപോകരുത്. മുന്നേറ്റ, മുന്നേറ്റ, എന്റെ മോളെ ചേട്ടാ, ദൈവത്തോർത്ത് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ. കുഞ്ഞിനെ കൊണ്ടുപോകാൻ പാടില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്ന് വേർപിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാസു. അതെ, വാസു തന്നെയാണ് പറയുന്നത്. എന്റെ ശവം ചവിട്ടിക്കടന്നല്ലാതെ ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ പോവില്ല. ഒരാളെക്കൊന്ന് എനിക്ക് നിന്നെ കൂടി വളർത്തുന്ന ഒരു പ്രശ്നമല്ല.
എന്നെ കൊന്നാലും ഈശ്വരനെ വിചാരിച്ച് കുഞ്ഞിനെ കൊല്ലരുത്. മുനി, നമ്മളെല്ലാം മനുഷ്യരാണ്. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ ഒരിക്കലും സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിന്റെ ഘാതകനാകരുത്. എന്റെ രക്തത്തിൽ പിറന്നതാണെങ്കിലും ഈ കുഞ്ഞിനെ നീയാണ് വളർത്തിയത്. സാഹചര്യങ്ങൾ കൊലപാതകയാക്കി എന്റെ കണ്ണുകൾ നീ തുറപ്പിച്ചു. നിങ്ങൾ സന്തോഷമായി ജീവിക്കൂ.